ഹായ് സുഹൃത്തുക്കളെ, കലാഭവൻ മണിക്കെതിരെയും വേടനെതിരെയും ശാന്തികുള ദിനേശ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചെറിയൊരു ടോക്കാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇവിടുത്തെ താഴ്ന്ന ജാതിക്കാരൻ്റെ എല്ലാം താഴ്ന്ന ജാതിക്കാരനല്ല ഇവൻ്റെ ശാന്തികുള ദിനേശിൻ്റെ അവൻ്റെ തന്തയുടെയൊക്കെ അടിമകളായിരിക്കണമെന്നായിരിക്കും ഇപ്പോഴും ശാന്തികുള ദിനേശൊക്കെ ആഗ്രഹിക്കുന്നത്. അത് ഈ 2025 ഇരുപത്തഞ്ചിലൊന്നും അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. ശാന്തികുള ദിനേശ്, താങ്കൾ ഈ നമ്മുടെ നാടിന് വേണ്ടി താൻ എന്ത് കോൺട്രിബ്യൂഷനാണ് ചെയ്തിട്ടുള്ളത്? തൻ്റെ ആവശ്യത്തിന് 2-3 പടം സംവിധാനം ചെയ്തെന്നല്ലാതെ തനിക്ക് ഈ നാട്ടിൽ എന്താ കോൺട്രിബ്യൂഷനാണ് ഉള്ളത്? താൻ എല്ലായിടത്തും കയറി എല്ലാ അഭിപ്രായവും പറയുമ്പോൾ സൂക്ഷിച്ച് കണ്ടുമൊക്കെ സംസാരിച്ചില്ലെങ്കിൽ ഇതേപോണക്കുള്ള ആൾക്കാർ ഇനിയും തനിക്കെതിരെ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കും. താനത് നേരിടേണ്ടിയും വരും. ആ ചോദ്യങ്ങൾക്കൊക്കെ തനിക്കെന്ത് കോൺട്രിബ്യൂഷനായി കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഈ സാധാരണപ്പെട്ടവൻ്റെ മേലിലുള്ളത്? പോട്ടെ, തൻ്റെ സമൂഹത്തിന് വേണ്ടി താൻ എന്ത് കോൺട്രിബ്യൂഷനാണ് ചെയ്തിട്ടുള്ളത്? കലാഭവൻ മണിക്ക് കഴിവുണ്ടായിരുന്നു. അദ്ദേഹം കഴിവുള്ളത് കൊണ്ട് മാത്രമാണ് അയാൾ സിനിമാ ലോകത്തൊക്കെ കടന്നു വന്നത്. താൻ കലാഭവൻ മണിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് വല്ലതും കൊടുത്തിട്ടുണ്ടായിരുന്നു? കലാഭവൻ മണിയുടെ തന്ത അധ്വാനിച്ച പറമ്പ് അയാൾ കലാഭവൻ മണി ധൈര്യമായിട്ടാണ് പറഞ്ഞത് വാങ്ങിച്ചിട്ട് അവിടെ അദ്ദേഹം അത് ചെയ്തെന്ന്. അതായത് തന്നെ പോണക്കുള്ള തൻ്റെ പൂർവികർ പിടിച്ചു പറിച്ച് സാധാരണപ്പെട്ടവൻ്റെ സ്ഥലങ്ങളൊക്കെ പിടിച്ചു പറിച്ച് വാങ്ങിച്ചത്. കാരണം അത് ചരിത്രമാണ്. അതായത് ചരിത്രം ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. ഇവിടുത്തെ പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ദലിതനും മറ്റ് ഈഴ സമുദായത്തിൽ ഇങ്ങോട്ട് താഴോട്ടുള്ള എല്ലാവരെയും പിന്നെ ഈ മേലാള സമുദായം എങ്ങനെ അടിച്ചമർത്തിയെന്നുള്ളത് കൃത്യമായിട്ടും അറിയാം. 10-50 വർഷത്തിന് മുമ്പുള്ള ആൾക്കാരോട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടും പറഞ്ഞു തരും. ശാന്തികുള ദിനേശ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ അറിയാവുന്നവരിൽ അത് സത്യമായിട്ട് തന്നെ പറഞ്ഞേക്കണം. വേടനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ താൻ അറിയണ്ടാടോ. തനിക്ക് തൻ്റെ വീട്ടിൽ വേടം വന്ന് ഒരു നേരത്തെ ആഹാരത്തിന് വേടം കൈവന്ന് നീട്ടുന്നില്ലല്ലോ. താൻ ആരാ? ശാന്തികുള ദിനേശ്, ഞങ്ങൾ നേരിട്ട് വേടനെ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും പക്ഷെ അത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൂടി ഞങ്ങൾ വല്ലപ്പോഴും തൻ്റെ കോൺട്രിബ്യൂഷൻ എന്തുവാ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ നാട്ടിൽ? താൻ എത്ര കൊച്ചുകുട്ടികളെ ഇത് ചെയ്തു? താനെത്ര കൊച്ചുകുട്ടികൾ തൻ്റെ പേര് പതിപ്പിക്കാൻ പറ്റും? പക്ഷേ വേടൻ അങ്ങനെയല്ല. വേടനില്ല ജനലക്ഷങ്ങളുടെ പേര്, ജനലക്ഷങ്ങൾ വേടന് അവൻ്റെ ജനലക്ഷങ്ങളുടെ ഉള്ളിൽ വേടൻ എന്നുള്ള പേരുണ്ട്. തൻ്റെ പേര് എത്ര പേരിലുണ്ട്? ആനൊരു സിനിമ സംവിധായകൻ. തൻ്റെയൊക്കെ സിനിമ ആരാ കാണുന്നത് ഇപ്പം? അതുകൊണ്ട് താനൊക്കെ വീട്ടിൽ കയറി കുത്തിയിരിക്കുകയല്ലേ? ആൺപിള്ളേർ, കഴിവുള്ള പിള്ളേരൊക്കെ വന്ന് ജോലി ചെയ്യും. കലാ നൈപുണ്യമുള്ള ആൾക്കാർ അത് ചെയ്യും. താനെന്തിനാണ് ഇത്ര സോക്കേടെടുക്കുന്നത്? ശാന്തികുള ദിനേശ് വേണ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുക, അല്ലാതെ ചുമ്മാതെ കയറി ചവയ്ക്കാതെ. ശാന്തികുള ദിനേശ്, തന്നെയൊക്കെ ആര് കാണുന്നത്? തൻ്റെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഈ വഴി കാവാലിപ്പെട്ടി പോലും തിരിഞ്ഞു പോലും നോക്കാത്ത താനൊക്കെ കുറേ കഥ പറയാൻ ഇറങ്ങിയിരിക്കുന്നത്. അതൊക്കെ പോയി വീട്ടിൽ പോയി കയറി മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് ഇപ്പം ഇനിയും നല്ലത്. അതൊന്നും പുറത്തിറങ്ങരുത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഒന്നും ആൾക്കാർ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് കൂടുതൽ കഥയൊന്നും പറയാതെ നിന്നാൽ മതി. ഏറ്റവും നല്ലത് അതാണ്. ഞങ്ങളെ കൊണ്ടൊക്കെ കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്നതാണ് തനിക്കൊക്കെ നല്ലത്. ഞങ്ങൾ രോക്ഷാകുലരായിരിക്കും. കാരണം പൊതുജനങ്ങൾ അത്രയ്ക്ക് താൻ എല്ലാ കാര്യത്തിനും കയറി കഥ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളതിനൊന്നും മറുപടിയൊന്നും പറയാത്തത് ഞങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. താനൊക്കെ തന്നെയൊന്നും ആരും അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇതൊന്നും കൂടുതൽ കഥ പറയാത്തത്. അതുകൊണ്ട് കൂടുതൽ വിളച്ചിൽ കൊടുത്തോണ്ട് ഞങ്ങളുടെ അടുത്തൊന്നും ഇറങ്ങരുത്. ഞങ്ങൾ പൊതുജനങ്ങൾ ചുമ്മാ നോക്കിയിരിക്കത്തില്ല, ഓർത്തുകൊള്ളുക. ഇത്തരം പറഞ്ഞുകൊണ്ട് ശാന്തികുള ദിനേശിന് ഞങ്ങളൊരു മുന്നറിയിപ്പ് തരിക.